മേഘേട്ടൻ എന്തിനാ അവരെ കാണാൻ ഇങ്ങനെ ഭയപ്പെടുന്നത്? കണ്ണേട്ടനല്ലേ ഇപ്പൊ വിളിച്ചത്? അതെ. പിന്നെന്തിനാ കണ്ണേട്ടനോട് കള്ളം പറഞ്ഞത്? അതും മോളെ, മേഘേട്ടൻ ഇവിടെ ഉണ്ടെന്നങ്ങ് പറഞ്ഞ പോരായിരുന്നോ? അയ്യോ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ അവൻ അവളുടെ കെട്ടുകളെയും കൊണ്ട് നേരെ ഇങ്ങോട്ട് വരും. എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവളെ ഇങ്ങനെ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പ് മേഘേട്ടൻ അവളുമായിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടായിട്ടുണ്ടോ? എടി, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അവളെ നേരത്തെ അറിയാന്ന്. എടി പെണ്ണ, അവൾ ആളത്ര ശരിയൊന്നും അല്ല. അവളാള് ശരിയല്ലെങ്കിൽ അവളല്ലേ ഭയക്കേണ്ടത്? അതിനു പകരം മേഘേട്ടൻ എന്തിനാ അവളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. അതെന്താണെന്ന് ഏട്ടനും അവളും തമ്മിൽ കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും എപ്പോഴായാലും അവളും ഞാനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അവളിൽ നിന്നും മറഞ്ഞു നടക്കാൻ പറ്റുന്നിടത്തോളം കാലം എനിക്ക് മറഞ്ഞു നടന്നേ പറ്റൂ. അവള് വെറുക്കുന്നവരെയൊക്കെ കണ്ണേട്ടന് വെറുത്തോണ്ടിരിക്കുക. അതാണ് തലവേദനായത്. കണ്ണനെ അവളെയും തെറ്റിക്കാതെ നമുക്കൊന്നും അവന്റെ ജീവിതത്തിൽ ഇനി സ്ഥാനം ഉണ്ടാവില്ല സ്വാതി. അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചാലും ശരി, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നമുക്ക് കിട്ടില്ല. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.